الحمد لله رب العالمين بفضله يتعلق الراجون وبحبله يعتصم الواثقون ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك عليه وعلى آله وصحبه ومن اتبع هداه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മാസത്തെ ദീർഘമായ വ്രതാനുഷ്ഠാനത്തിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ സൃഷ്ടാവായ റബ്ബുമായി അള്ളാഹുവുമായി നാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പരസ്പര ബന്ധം, വിശ്വാസം, കരുത്ത് അതിനെ ദൃഢമാക്കാനുള്ള പരിശ്രമത്തിലായിരിക്കണം ഇനി നാം മുമ്പോട്ട് പോകേണ്ടത്. അള്ളാഹു നമ്മോട് അതിനുവേണ്ടി കൽപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഈമാൻ കിട്ടിയിട്ടുള്ളവരെ, ഇസ്ബിറു, നിങ്ങൾ ഈമാൻ നിലനിർത്താൻ വേണ്ടി സബർ കാണിക്കണം. വസാബിറു, സാധാരണ സബർ പോരാ, സബറിൽ നിങ്ങൾ മികവ് കാണിക്കണം. വിശുദ്ധ റമദാനിലൂടെ നാം കാണിച്ചത് ആ മികവായിരുന്നു. അനുവദിച്ച കാര്യങ്ങളിൽ നിന്ന് പോലും നാം വിട്ടുനിന്നു. വറാബിതു, ആ സബറിന് വേണ്ടി നിങ്ങൾ പരസ്പരം സഹകരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈമാൻ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. വത്തഖുല്ലാഹ്, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾക്ക് വിജയികളാകാം. വിശ്വാസികളെ, ഈ ദിവസം നമ്മൾ ഓർക്കേണ്ടത് അല്ലാഹുവിലുള്ള നമ്മുടെ ആത്മവിശ്വാസത്തെക്കുറിച്ചാണ്, അല്ലാഹുവിലുള്ള നമ്മുടെ ട്രസ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടായി തീർന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വിശ്വാസത്തിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥ. ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സമാധാനം ലഭിക്കും. ആ വിശ്വാസമുള്ള ഒരു വീട്ടിലും സന്തോഷവും സമൃദ്ധിയും ഇല്ലാതിരിക്കുകയില്ല. ആ വിശ്വാസമുള്ള ഒരു സമൂഹത്തിനും ഇച്ഛാശക്തി നഷ്ടപ്പെടുകയില്ല. ആ വിശ്വാസം നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, ശുഭപ്രതീക്ഷകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ്. ആ വിശ്വാസമാണ് നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അസ്സിഖതു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം, ട്രസ്റ്റ്, അത് നമുക്കുണ്ടാകണം. കാരണം അല്ലാഹുവാണ് അൽ ഖാലിഖുൽ അലീം, അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. വേറെ ആരും സൃഷ്ടാക്കളായി ഇല്ല. അല്ലാഹുവാണ് അൽ മുദബ്ബിറുൽ ഹകീം, എല്ലാം കൃത്യമായി വേർതിരിച്ച് വ്യവസ്ഥപ്പെടുത്തി തദ്ബീർ ചെയ്യുന്നത്, മുദബ്ബിർ, നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ആ അല്ലാഹുവിലായിരിക്കണം നമ്മുടെ കരുത്ത്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ, എല്ലാറ്റിൻ്റെയും ആധിപത്യം ആരുടെ കയ്യിലാണോ അവൻ പരിശുദ്ധൻ തന്നെ. ആ അല്ലാഹുവിന് അസാധ്യമായ ഒന്നുമില്ല. എല്ലാ കാര്യത്തിനും ആ അല്ലാഹുവിനെ ആയിരിക്കണം നാം വിശ്വാസത്തിലെടുക്കേണ്ടത്. എല്ലാ കാര്യത്തിനു വേണ്ടിയും ആ റബ്ബിലേക്ക് മാത്രമായിരിക്കണം നാം മടങ്ങിപ്പോകേണ്ടത്. നാം ഉറച്ചു വിശ്വസിക്കണം, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഇല്ല, ആ അല്ലാഹു നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയതല്ലാതെ മറ്റൊന്നും നമുക്ക് സംഭവിക്കുകയില്ല.
അത് നാം ഉറക്കെ പറയണം. അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ആ അല്ലാഹുവിൽ മാത്രമായിരിക്കണം തവക്കുൽ ചെയ്യേണ്ടത്. അതെ, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വഇലൈഹി യുർജഉൽ അംറു കുല്ലു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി. ആ അല്ലാഹുവിന് മാത്രമാണ് ആകാശഭൂമികളിലുള്ള ഗൈബുകളുടെ അറിവുള്ളത്, അദൃശ്യജ്ഞാനത്തിന്റെ അറിവുള്ളത്. അത് മറ്റാർക്കും അറിയില്ല. വഇലൈഹി യുർജഉൽ അംറു കുല്ലു, കാര്യങ്ങളെല്ലാം അവനിലേക്ക് മാത്രമാണ് മടക്കപ്പെടുന്നത്, മറ്റാരിലേക്കുമല്ല. അതുകൊണ്ട് ഫഅബ്ദുഹു, നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യണം, അവനെ ആരാധിക്കണം. വതവക്കൽ അലൈഹി, അവനിലേക്കായിരിക്കണം തവക്കുൽ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ ഈ റബ്ബിലേക്ക് നമുക്ക് മടങ്ങാനാവണം. ഈ റബ്ബ് മതി നമുക്ക്. ഈ റബ്ബ് നമ്മളെ സഹായിക്കും, ഈ റബ്ബ് നമ്മളെ വിജയിപ്പിക്കും, ഈ റബ്ബ് നമ്മളെ ശക്തിപ്പെടുത്തും. ആലോചിക്കുക റസൂലുള്ളാഹിയുടെ ഉപദേശം സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻദമാ അസാബക ലം യകുൻ ലിയുഖ്തിഉക, നിങ്ങൾക്ക് വന്ന് സംഭവിച്ചതൊന്നും തന്നെ തെറ്റി വന്നതല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. അറിയില്ലേ അമ്പിയാക്കന്മാരുടെ ചരിത്രം, സാലിഹീങ്ങളുടെ ചരിത്രം? എന്തുമാത്രം ശക്തമായ ആത്മവിശ്വാസമാണ് അള്ളാഹുവിൽ അവർക്കുണ്ടായിരുന്നത്. 3 അനുഭവങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. ഒന്ന് ഹാജർ അലൈഹിസ്സലാമയുടെ അനുഭവമാണ്. ഹാജറിനെ ഖലീലുർ റഹ്മാൻ, നമുക്കറിയാം എവിടെ കൊണ്ടുപോയാണ് ഉപേക്ഷിച്ചത് എന്ന്. മനുഷ്യവാസമില്ലാത്ത, ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത, ഒന്നുമില്ലാത്ത മക്ക മരുഭൂമിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോകുമ്പോ ഹാജറ ബീവി ചോദിച്ചു, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഇബ്രാഹിം, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ? ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നിന്ന് പറഞ്ഞു, നഅം, അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നിസ്സങ്കോചം അവർ പറഞ്ഞു, ഇദൻ ലാ യുദയ്യിഉനല്ലാഹ്, ഇദൻ ലാ യുദയ്യിഉനല്ലാഹ്, എങ്കിൽ അള്ളാഹു ഞങ്ങളെ ഒഴിവാക്കുകയില്ല. ഓർക്കണം എവിടെയാണ് എന്ന്. ഹാജർ ചിന്തിച്ചില്ല, ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമില്ലല്ലോ. ഹാജർ ചിന്തിച്ചില്ല, ഞാൻ ഈ മരുഭൂമിയിൽ ഏകയാണല്ലോ, ഒറ്റക്കാണല്ലോ. ഹാജറിന് ചിന്ത റബ്ബിനെ കുറിച്ചായിരുന്നു, റബ്ബിൻ്റെ റഹ്മത്തിനെ കുറിച്ചായിരുന്നു, റബ്ബ് നൽകാനിരിക്കുന്ന റഹ്മത്തിൻ്റെ വലിയ വഴികളെ കുറിച്ചായിരുന്നു. ഓർക്കണം, വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ദോഷമായിരിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ആത്മവിശ്വാസമാണ് കാര്യങ്ങൾ എളുപ്പമാകാനുള്ള പോംവഴി. എത്ര കാഠിന്യമുണ്ടായാലും എളുപ്പമാകുമെന്ന ചിന്ത നമ്മുടെ കൂടെ ഉണ്ടാകണം. എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ആശ്വാസമുണ്ടാകുമെന്ന ചിന്ത നമ്മുടെ കൂടെ ഉണ്ടാകണം. അതാണ് രണ്ടാമത്തെ സംഭവം, നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമയുടെ സംഭവം. ഓർക്കുന്നില്ലേ? തൻ്റെ ജനതയുമായി അദ്ദേഹം പുറപ്പെട്ട ദിവസം അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഫറോവയും സമൂഹവും ഒന്നിച്ചുകൂടി. മനുഷ്യരെല്ലാം പേടിച്ച് വിറച്ചുപോയി. വഴികൾ അവർക്ക് കുടുസായി, പ്രയാസം വന്നു. പേടിച്ചവർ ഉറക്കെ പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ. മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച സമൂഹമാണ് പറയുന്നത്, ഇതാ ഞങ്ങൾ പിടികൂടപ്പെട്ടു. പിന്നിൽ വലിയ വലിയ ഘോരമായ സൈന്യമാണ്, മുമ്പിലാണെങ്കിൽ വിശാലമായ സമുദ്രമാണ്. പക്ഷേ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തുള്ള മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ഒരു ചാഞ്ചല്യവും സംഭവിച്ചില്ല. ഭയം അദ്ദേഹത്തെ കീഴടക്കിയില്ല. അദ്ദേഹത്തിന് ചുറ്റും സമാധാനം വിരിപ്പ് വിരിച്ചു. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല. നമ്മെ പിടികൂടുന്ന പ്രശ്നമേ ഇല്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ആ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവം. അവരുടെ മുമ്പിൽ കടൽ പിളർന്നില്ലേ? അവരെ രക്ഷപ്പെടുത്തിയില്ലേ? അള്ളാഹു പറഞ്ഞില്ലേ, വഅൻജയ്നാ മൂസ വമൻ മഅഹു അജ്മഈൻ. നാം മൂസയെ രക്ഷപ്പെടുത്തി, മൂസയുടെ കൂടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തി. അറിയുക പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ നാം തവക്കുൽ ചെയ്താൽ, അള്ളാഹുവിൽ നാം ഏൽപ്പിച്ചാൽ, അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമുക്ക് കരുത്ത് നൽകും. ഓർക്കണം, മൂന്നാമത്തെ സംഭവം,
നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ പ്രവേശിച്ച സംഭവം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബിയും മാത്രം, ചുറ്റുഭാഗവും ഇനാം പ്രഖ്യാപിച്ച് ശത്രുക്കൾ അദ്ദേഹത്തെ തിരഞ്ഞു നടക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് താഴേക്ക് നോക്കുമ്പോൾ അതാ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ കാൽപാദങ്ങൾ കാണുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിറച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലഅബസർനാ. നബിയെ, അവരെങ്ങാണ്ടൊന്ന് താന്ന് നോക്കിയാൽ നമ്മളെ കാണും കേട്ടോ എന്ന്. പക്ഷേ ലവലേശം ചാഞ്ചല്യമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമ, ആ കരുത്തോടുകൂടി, പതറാത്ത സ്ഥൈര്യത്തോടുകൂടി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചോദിച്ചു, മാ ളന്നുക യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കർ, നിനക്കെന്ത് പറ്റി? മൂന്നാമനായി റബ്ബുള്ള രണ്ടാളുകളെക്കുറിച്ച് അബൂബക്കർ, എന്താണ് താങ്കളുടെ വീക്ഷണം? ഒട്ടും സമയം കാത്തുനിന്നില്ല. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. അള്ളാഹു അവർക്ക് വല്ലാത്ത ഒരു സമാധാനം ഇറക്കിക്കൊടുത്തു. കണ്ണുകളെ കൊണ്ട് കാണാത്ത ഒരു പ്രത്യേക സൈന്യവ്യൂഹത്തെ കൊണ്ട് അവരെ സംരക്ഷിച്ചു. സഹോദര, ഇതാണ് നമ്മുടെ ജീവിതം, ഇതാകണം നമ്മുടെ പാഠം. നാം റമദാനിൽ നേടിയെടുത്ത യഖീൻ ഇതിനു വേണ്ടിയുള്ളതാണ്. ആത്മവിശ്വാസമുള്ളവർക്കുള്ള പാഠം ഇതാണ്, നമ്മൾ ഓർക്കണം. പ്രതിസന്ധികൾ നമുക്ക് അനുഗ്രഹങ്ങളായി മാറും, പ്രശ്നങ്ങൾ നമുക്ക് ശക്തി പ്രാപിക്കാനുള്ള അവസരമായി മാറും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി, നിർവഹിക്കേണ്ടത് നാം നിർവഹിക്കുക. ഒരിക്കലും റബ്ബിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്, റബ്ബിനെക്കുറിച്ചുള്ള സിഖത്ത് നഷ്ടപ്പെട്ടു പോകരുത്, റബ്ബല്ലാത്ത ഒന്നിലേക്കും നമ്മൾ തിരിഞ്ഞു പോകരുത്. ഇങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ സഹാബത്തിനെ വളർത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശത്രുക്കൾ അവരെ പേടിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി. എന്താ സംഭവിച്ചത്? വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമ. അപ്പോഴൊക്കെ അവർക്ക് ഈമാൻ വർദ്ധിച്ചു, സമർപ്പണ ബോധം വർദ്ധിച്ചു. അള്ളാഹു ആ ശത്രുക്കളുടെ മുഴുവൻ തന്ത്രങ്ങളെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു തന്നെ പറയുന്നു, വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ വകാനല്ലാഹു ഖവിയ്യൻ അസീസ. വിശ്വാസികൾക്ക് അള്ളാഹു യുദ്ധത്തിന് പോലും ആവശ്യമില്ലാതാക്കി അവരെ വളർത്തി, അവരെ രക്ഷിച്ചു. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുക, അള്ളാഹുവിനെ മാത്രം മുദബ്ബിറായി കാണുക, അള്ളാഹുവിനോട് മാത്രം കേണപേക്ഷിക്കുക, അള്ളാഹുവിനെ ആശ്രയമായി കാണുക. അള്ളാഹു ആ നല്ല മനുഷ്യരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. വിശ്വാസികളെ, അള്ളാഹുവിൽ ഈ രൂപത്തിൽ ആത്മവിശ്വാസം കൊണ്ടിട്ടുള്ള, തവക്കുൽ ചെയ്തിട്ടുള്ള, റമദാനിലൂടെ സ്ഫുടം എടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളറിയണം, റബ്ബിലുള്ള ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു സിഖത്ത്, ആ ഒരു ട്രസ്റ്റ്, അതാണ് എല്ലാ ഭയപ്പാടുകളിൽ നിന്നും നമുക്കുള്ള സുരക്ഷിതത്വം, എല്ലാ പ്രതിസന്ധികളിലും നമുക്കുള്ള സമാധാനം. അതാണ് എല്ലാ ദുർബലതകളിലും നമുക്കുള്ള പവർ. അതാണ് നമ്മളറിയണം. എണ്ണത്തിൽ കുറവായാൽ പോലും ആധിക്യവും വിശാലതയും നൽകുന്നത് ആ ഒരു ട്രസ്റ്റാണ്, അള്ളാഹുവിലുള്ള ട്രസ്റ്റ്. നഷ്ടപ്പെട്ടു പോകരുത്. ചോദിക്കപ്പെട്ടു പണ്ഡിതന്മാരോട്, മാമാലുക്, നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് എന്താണ് എന്ന്. മറുപടി, അസ്സിഖതു ബില്ലാഹ് ഹിയൽ കസീറു ത്വയ്യിബ്. അസ്സിഖതു ബില്ലാഹ്, അള്ളാഹുവിലുള്ള സിഖത്ത്, ട്രസ്റ്റ്. ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല. അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും നന്മയുള്ളത്. സഹോദരങ്ങളെ, ഓർക്കണം, നമ്മൾ കൃത്യമായി ചിന്തിക്കണം. ആ സിഖത്ത് നമുക്ക് നഷ്ടപ്പെട്ടരുത്. നമ്പർ 1. 2, സഹോദരങ്ങളെ, അള്ളാഹുവിൽ ആ രീതിയിൽ സമർപ്പിച്ച ഒരാളെയും അള്ളാഹു കൈവിടുകയില്ല. ഉറച്ചു വിശ്വസിച്ചോളൂ, അള്ളാഹു കൈവിടുകയില്ല. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ. അള്ളാഹു വിശ്വാസികൾക്ക് പ്രതിരോധം സൃഷ്ടിക്കും, ഒരു സംശയമാറും വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. ഈ
പുതിയ പ്രതിസന്ധിയിൽ ഒരുപാട് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ നമ്മെ തളർത്തുമെന്ന് ചിലർ കരുതുന്നുണ്ട്. കരുതിയിരിക്കുക ഇത്തരം അപവാദങ്ങളെക്കുറിച്ച്. നമ്മളൊരിക്കലും ഭയം പ്രചരിപ്പിക്കരുത്. അത് പിശാചിന്റെ ഡ്യൂട്ടിയാ. ഇന്നമാ ദാലികും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഅഹു. പിശാചിന്റെ ആളുകളെ പേടിപ്പിക്കും. നമ്മൾ പേടിക്കാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിൽ അർപ്പിച്ചവരാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുമായിട്ടാണ് നാം ജീവിക്കേണ്ടത്. മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അഹ്സിനുല്ലന്ന ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചോ. അല്ലാഹു എന്നെ സംരക്ഷിക്കും, അല്ലാഹു എന്നെ കാക്കും. അല്ലാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം കൊള്ളുക. കാരണം ആ റബ്ബ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അന ഇൻദ ദന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അവിടെ ഞാനുണ്ടാവും. നല്ലത് വിചാരിച്ചോളൂ എന്നാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ദുആ വർദ്ധിപ്പിക്കുക. റമദാനിൽ നാം നേടിയെടുത്തതാ ഉദ്ഊനി അസ്തജിബ് ലക്കും. അല്ലാഹു പറഞ്ഞത് അതാ, നിങ്ങൾ എന്നോട് മാത്രം ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. സഹോദരങ്ങളെ ഓർക്കണം, ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. വിധികളെ മാറ്റാൻ ദുആക്ക് മാത്രമേ സാധിക്കൂ. മറന്നുപോകരുത്. അഞ്ചാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തിൻ്റെ നേതൃത്വം നമ്മെ നയിച്ചു കൊണ്ടുപോകുന്ന, നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിൽ നാം തീർച്ചയായും സമാധാനമുള്ളവരാകണം. വലിയ സമാധാനത്തിൻ്റെ സന്ദേശങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയും കാണാത്ത സുരക്ഷിതത്വ ബോധമാണ് ഭരണാധികാരികൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും നയിക്കാനുള്ള കരുത്തും നൽകുമാറാകട്ടെ. അതോടൊപ്പം സഹോദരന്മാരെ ഓർക്കേണ്ടത്, നല്ല മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബിനെ സ്തുതിക്കുക. അത് റഹ്മത്തിൻ്റെ അടയാളമാണ് മഴ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സുവിശേഷമാണ് മഴ എന്ന് പറയുന്നത്. വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ ലിയുതഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബിക്കും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. മഴ വർഷിപ്പിച്ചു തരുന്നത് സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം, ലിയുതഹിറകും ബിഹി, മഴയിലൂടെ നിങ്ങളെ വൃത്തിയാക്കാൻ വേണ്ടിയാണ്. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ, പിശാചിൻ്റെ ദുർബോധനം നീക്കിക്കളയാൻ വേണ്ടിയാണ്. വലിയുർബിത അലാ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ കെട്ടുറപ്പുണ്ടാക്കാൻ വേണ്ടിയാണ്. വയുസബ്ബിത് ബിഹിൽ അഖ്ദാം, നിങ്ങളുടെ പാദങ്ങൾക്ക് കരുത്ത് നൽകാനും ഉറപ്പിച്ചു നിർത്താനുമാണ്. ഈ ബോധത്തോടു കൂടി നാം ജീവിക്കുക. അല്ലാഹു നമുക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക നബിയിനാ മുഹമ്മദ് വർദല്ലാഹുമ്മ അൻ അബീ ബക്രിൻ വഉമറ വഉസ്മാന വഅലി وعن سائر الصحابة الأكرمين. اللهم اجعلنا بك مؤمنين، اللهم اجعلنا بك مؤمنين موقنين واثقين ولك عابدين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين. اللهم أنت ثقتنا، أنت رجاؤنا، وعليك اعتمادنا واتكالنا، لا نرجو إلا رحمتك ولا نستعين إلا بقوتك. اللهم احفظ دولة الإمارات، اللهم احفظ دولة الإمارات، اللهم احفظ دولة الإمارات وسائر بلاد المسلمين. اللهم احفظ دولة الإمارات بقدرتك، واحفظ قيادتها وأهلها والمقيمين على أرضها، واحفظ برها وبحرها وسماءها، وقها عدوان المعتدين وشر الأعداء والحاقدين، ورد كيدهم في نحورهم يا رب العالمين. اللهم احفظ جنود وطننا البواثل، واشدد أزرهم، وقو عزيمتهم، وسدد رميهم، وانصرهم على عدوك وعدوهم، وأجزل أجرهم وثوابهم يا رب العالمين. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك ورعايتك، واجعل عمله في طاعتك، وأيده بنصرك، وهيئ له من أمره رشدا، وكن له عونا وسندا وهاديا ومسددا. اللهم أنر بصيرته ووفق مسيرته، وسدد قوله وفعله، وبارك في عمره وعمله، واجعله مفتاحا للخير ومغلاقا للشر. اللهم وفقه ونوابه وولي عهده الأمين الشيخ محمد بن راشد
ولي عهده ونوابه وإخوانه حكام الإمارات لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك، وأدخلهم بفضلك فسيح جناتك يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل ما أنزلته من غيثك سقيا رحمة ونعمة تكثر بها البركات وتخرج بها الخيرات. اللهم تقبل منا صلاتنا وصيامنا ودعاءنا وقيامنا برحمتك يا أرحم الراحمين. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، والحمد لله رب العالمين.